നിങ്ങളുടെ തൃശൂർ മേയറെ കുറിച്ചുള്ള ചോദ്യം ഉണ്ടാകുന്നു. ആ നിലയ്ക്ക് ഇപ്പോൾ നേരത്തെ അങ്ങ് എണ്ണി പറഞ്ഞതിന് പകരമായി VR രൂപ എണ്ണി പറയുന്നുണ്ട്. ശ്രീ ശ്യാംരാജ് അങ്ങയോട് കൃത്യമായി ചോദിക്കുന്നുണ്ട്. ഈ നിലയ്ക്ക് നിങ്ങളുടെ സംഘടനാ സംവിധാനത്തിൽ അവിടെ ഓപ്പറേഷൻ താമര എന്ന് പറയുന്നത് നമ്മൾക്ക് പറഞ്ഞു ശീലമുള്ളത് കൊണ്ട് പറയുന്നതാണ്. അതിനപ്പുറത്തൊരു ഓപ്പറേഷൻ അരിവാൾ ചുറ്റിക നക്ഷത്രം നിങ്ങൾ നടത്താൻ ശ്രമിച്ചിടത്താണ് മറ്റത്തൂരിലെ അട്ടിമറികളുടെ തുടക്കം എന്നുള്ളതാണ് ആരോപണം. അതായത് ഞങ്ങൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് ഒരു ഉത്തരവും അദ്ദേഹം നൽകുന്നില്ല. ഇപ്പം ഇവിടെ കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച 8 പേർ അപ്പം BJPയുടെ ഭരണം വരും എന്ന് കണ്ട് BJPയുമായി ഡീലുണ്ടാക്കി രാജിവെച്ച് അപ്പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ചിഹ്നത്തിൽ മത്സരിച്ച ആളെ അയോഗ്യനാക്കാൻ ആവശ്യമായിട്ടുള്ള നിയമം ഇന്ന് കേരളത്തിലുണ്ടല്ലോ. എന്തുകൊണ്ടാണ് കേരളത്തിലെ കോൺഗ്രസിൻ്റെ സമുന്നതരായ നേതൃത്വം ആ കാര്യത്തെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കൂറുമാറ്റ നിയമത്തിൻ്റെ പരിധിയിൽപ്പെടുത്തി അവരെ അയോഗ്യരാക്കാതിരുന്നത്? അപ്പോൾ അവരെ അയോഗ്യരാക്കുന്നതിൽ എന്തുകൊണ്ട് ഇത്രമാത്രം താമസം കാണിക്കുന്നു? എന്തുകൊണ്ട് ഈ നിസ്സംഗത പാലിക്കുന്നു? അതിനുള്ള ഉത്തരം നൽകണ്ടേ? കോൺഗ്രസിന് ഞങ്ങൾക്ക് വേണ്ട, കോൺഗ്രസിന് വോട്ട് ചെയ്തിട്ടുള്ള, കൈപ്പത്തി ചിഹ്നത്തിൽ വോട്ട് ചെയ്തിട്ടുള്ള അവിടെയുള്ള സാധാരണ കോൺഗ്രസ് പ്രവർത്തകരുടെ ചോദ്യത്തിന് ഉത്തരം കൊടുക്കണ്ടേ? അതിന് ഉത്തരം കൊടുക്കുന്നതിന് പകരം പണ്ട് തൃശ്ശൂരിൽ എന്തോ സംഭവിച്ചിട്ടുണ്ട്, അതുകൊണ്ട് തൃശ്ശൂരിലെ മേയർ BJPക്ക് അനുകൂലമായ ഒരു പ്രസ്ഥാനം നൽകിയിട്ടുണ്ട്. ഇതേ ചോദ്യം അപ്പുറം ചോദിക്കാം. ശശി തരൂർ ഇപ്പോൾ ആരെക്കുറിച്ചാണ് നല്ലത് പറയുന്നത്? ശശി തരൂർ ഇപ്പോൾ കോൺഗ്രസിൻ്റെ ഏത് ഘടകത്തിലാണ് ഉള്ളത്? ഒരു ചോദ്യം ഇങ്ങോട്ട് വന്നാൽ നിരവധി ചോദ്യങ്ങൾ അപ്പുറത്തുണ്ട്. പിന്നെ തൃശ്ശൂരെ കാര്യം തന്നെ പറഞ്ഞാൽ തൃശ്ശൂരിലെ വോട്ട് എണ്ണിയപ്പോൾ 90,000 വോട്ട് കോൺഗ്രസിൻ്റെ ആവിയായി പോയില്ലേ? കോൺഗ്രസിൻ്റെ വോട്ട് ആവിയായി പോയപ്പോൾ അവിടെ DCC ഓഫീസിൽ കൂട്ടത്തല്ല് നടന്നല്ലോ. അതിനെക്കുറിച്ച് അന്വേഷിക്കാൻ ഒരു കമ്മീഷനെ വെച്ചല്ലോ അനൂപേ. ആ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാൻ നിങ്ങൾക്ക് ധൈര്യമുണ്ടോ? ആ കമ്മീഷൻ റിപ്പോർട്ട് ഇവിടെ പോയി. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ പറയുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ അപ്പുറത്തേക്കുണ്ടെന്ന് മറന്നുപോരുത്. പിന്നെ ഞാനിവിടെ രാഷ്ട്രീയമായിട്ട് ആരോപണം ഉന്നയിച്ചത് ഇന്നത്തെ കോൺഗ്രസ്, നാളത്തെ BJP എന്നായിരുന്നു നമ്മൾ സാധാരണ പറയാറുള്ളത്. ഇപ്പം ഇന്നത്തെ കോൺഗ്രസ് ഇന്നത്തെ BJP ആയി മാറുന്നു. അതിന് നേർ ചിത്രമല്ലേ നമ്മൾ കാണുന്നത്. അത് പറയുമ്പോൾ നിങ്ങൾ അസ്വസ്ഥരാകുന്ന എന്തിനാണ്? നിങ്ങളിപ്പോൾ BJPയിലേക്ക് പോയിട്ടുള്ള കുറച്ച് ആളുകൾ ലിസ്റ്റൊക്കെ ഇവിടെ വായിച്ചു. നിങ്ങൾ വായിച്ച ലിസ്റ്റും ഞാനിവിടെ പറഞ്ഞ പേരുകളും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? ഇവിടെ മുൻ കേന്ദ്രമന്ത്രിമാർ, കോൺഗ്രസിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാക്കൾ അല്ലേ, മുൻ KPCC അധ്യക്ഷന്മാർ, മുൻ PCC അധ്യക്ഷന്മാർ എല്ലാം കൂട്ടത്തോടെ അങ്ങോട്ട് പോവുകയല്ലേ? ഞാൻ പറയട്ടെ, എൻ്റെ അവസരം എനിക്ക് വഴങ്ങുന്നില്ല. കൂട്ടത്തോടെ അങ്ങോട്ട് പോവുകയല്ലേ? കൂട്ടത്തോടെ അങ്ങോട്ട് പോകുന്നു എന്ന് മാത്രമല്ല, അരുണാചലിലൊക്കെ നേരത്തെ ജനങ്ങൾ വിജയിപ്പിച്ച, കൈപ്പത്തി ചിഹ്നത്തിൽ വിജയിപ്പിച്ച ആളുകൾ കൂട്ടത്തോടെ രാജിവെച്ചിട്ട് BJP അനുഭവത്തിൽ എന്താ അവിടെ എന്താ നടന്നത്? ഗോവയിൽ എന്താ നടന്നത്? ഇപ്പം ജനങ്ങൾ വലിയ പ്രതീക്ഷയോടുകൂട്ടി മതനിരപേക്ഷത ശക്തിപ്പെടുത്താൻ വേണ്ടിയിട്ട് കൈപ്പത്തിക്ക് വോട്ട് ചെയ്യുക, എന്നിട്ട് BJPയുമായി ഡീലുണ്ടാക്കിയിട്ട് അപ്പുറത്തേക്ക് പോവുക. ഇവരിപ്പോൾ പറഞ്ഞല്ലോ ഔസേഫിൻ്റെയും ഒക്കെ കാര്യം. ഇവിടെ 4ാം വാർഡിൽ UDFിൻ്റെ സ്ഥാനാർത്ഥി ആരാണ്? ശാലിനിയാണ്. ചിഹ്നം കൈപ്പത്തിയാണ്. കൈപ്പത്തി ചിഹ്നം തോറ്റുപോയല്ലോ. 11ാം വാർഡിൽ KR ഔസേഫ് അല്ലേ? 4ാം വാർഡിൽ ഇപ്പോൾ പ്രസിഡന്റായ ആളും വിജയിച്ചു. 2 പേരും സ്വതന്ത്രരാണ്. അപ്പോൾ സ്വതന്ത്രമായിട്ടുള്ള ആളുകൾ മത്സരിച്ച സ്ഥലത്ത് കോൺഗ്രസിന് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിക്കാൻ ആളുണ്ടായിരുന്നു, അവർ തോറ്റുപോയതാണ്. ഇപ്പം നേരത്തെ ഞാൻ തുടക്കത്തിലുണ്ടായ ഇല്ലാത്തതുകൊണ്ട് എനിക്ക് ആദ്യം പറഞ്ഞ ആളുകൾ എന്തൊക്കെ പറഞ്ഞ് എനിക്ക് അറിയാൻ വേണ്ടി കഴിഞ്ഞിട്ടില്ല. ഏതായാലും കോൺഗ്രസിൻ്റെ വേണ്ടി കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച ആൾ 8 പേർ രാജിവെച്ചിട്ട് BJPക്ക് ഒരു പഞ്ചായത്ത് ഉണ്ടാക്കി കൊടുത്തിരിക്കുന്നു. അത് കേരളം വളരെ ഗൗരവമായി ചർച്ച ചെയ്യുമ്പോൾ ശ്രീ സനോജ്, ഞാൻ അങ്ങോട്ട് ചോദിച്ചത് ഈ ഔസേപ്പിനെ സ്വന്തം പാളയത്തിലേക്ക് കൊണ്ടുപോകാൻ CPM നടത്തിയ ശ്രമങ്ങളാണ് അവിടെ ഈ പറയുന്ന കൂറുമാറ്റങ്ങൾക്കും ഈ രാഷ്ട്രീയ അനിശ്ചിതാവസ്ഥയ്ക്കും ഒക്കെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണമായി മാറിയതെന്നാണ് അവരുടെ ആരോപണം. അതുകൊണ്ട് നിങ്ങൾ അങ്ങനെ എന്തെങ്കിലും ചെയ്താൽ ഉടനെ ഇവിടെ ഒരു സഖ്യമുണ്ടാകണം എന്നുള്ളതല്ല ഞാൻ പറഞ്ഞത്. ഇനി അങ്ങനെ പറയേണ്ടതില്ല. പക്ഷെ ആ ശ്രമങ്ങളുടെ തുടക്കം, അട്ടിമറി തുടക്കം ആദ്യം ഒരു മിനിറ്റ് CPMന്റെ ഭാഗത്തു നിന്നാണ് ഉണ്ടായത് എന്നുള്ളതാണ് അവരുടെ ആരോപണം. അതിന് കാരണമായി അവർ ചൂണ്ടിക്കാണിക്കുന്നത് 10 മെമ്പർ ഉണ്ടായിരുന്ന LDFിനൊരു പ്രസിഡന്റ് സ്ഥാനാർത്ഥി ഇല്ലായിരുന്നു എന്നുള്ളതാണ്. ഔസേഫ് കോൺഗ്രസ് ചിഹ്നത്തിൽ മത്സരിച്ച ആളാണോ? ഔസേഫ് സ്വതന്ത്ര സ്ഥാനാർത്ഥിയല്ലേ? നമ്മുടെ തെരഞ്ഞെടുപ്പ് ചരിത്രം ആകെ നോക്കിക്കഴിഞ്ഞാൽ ഏതെല്ലാം സ്ഥലത്ത് സ്വതന്ത്രരുടെ പിന്തുണ വാങ്ങിയിട്ടുണ്ട്, വിമത കാര്യങ്ങളെ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ട്, അതൊക്കെ രാഷ്ട്രീയത്തിൽ സാധാരണയല്ലേ? അതുപോലെയാണോ ഇത്? BJPക്ക് ഒരു പ്രാദേശിക സർക്കാർ ഉണ്ടാക്കാൻ കഴിയും എന്ന് തിരിച്ചറിഞ്ഞ് അതിനെ പ്രതിരോധിക്കുന്നതിന് പകരം
കൂറുമാറ്റ നിയമം ഇവിടെ നിലനിൽക്കെ ആ നിയമത്തെ ഉപയോഗപ്പെടുത്തുന്നതിന് പകരം DCC പ്രസിഡന്റ് ഒരു ലെറ്റർ പേരിൽ ഒരു കത്ത് കൊടുത്താൽ മതി. ഇതെല്ലാം അവിടെ നിൽക്കും. എന്തുകൊണ്ട് DCC പ്രസിഡന്റ് ഒരു ലെറ്റർ പേരിൽ ഒരു കത്ത് കൊടുക്കാൻ നിന്നിട്ടില്ല? അപ്പൊ ഔസേഫിനെ ഞങ്ങൾ കൂട്ടാൻ വേണ്ടി ശ്രമിച്ചു എന്നാണ് കോൺഗ്രസ് വലിയ ആരോപണമായിട്ട് പറയുന്നത്. ഔസേഫ് കൈപ്പത്തി ചിഹ്നത്തിൽ മത്സരിച്ച ആളല്ല. ഔസേഫ് താമര ചിഹ്നത്തിൽ മത്സരിച്ച ആളല്ല. ഔസേഫിനെ ജനങ്ങൾ സ്വതന്ത്രരെ കൂടെ നിർത്തുക എന്ന് പറയുന്നത് പ്രത്യേകിച്ചും വലിയ മെജോറിറ്റി ഇല്ലാത്ത സമയത്ത് സ്വതന്ത്രരെ കൂടെ നിർത്തുക എന്ന് പറയുന്നത് തെരഞ്ഞെടുപ്പിൽ സർക്കാർ രൂപീകരണത്തിൽ ബോർഡ് രൂപീകരണത്തിലൊക്കെ സ്വാഭാവികമായും നടക്കുന്നതാണ്. അത് മാത്രമേ ചെയ്തുള്ളൂ എന്നുള്ളതാണ് CPM അക്കാര്യത്തിൽ നൽകുന്ന വിശദീകരണം.